അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി ഓവണൊന്നും ഇല്ലാണ്ട് സ്റ്റൗവിൽ വെച്ചിട്ട് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പിസ്സ ഉണ്ടാക്കാമെന്ന് കേട്ടോ. കൂടെ തന്നെ ഈ പിസ്സയിൽ ചേർക്കാനുള്ള സോസ് ഒന്ന് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ റെഡിയാക്കാമെന്നും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് പിസ്സൻ്റെ ഡോ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് മൈദ ഞാനിപ്പോൾ കുറച്ചൊരു കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ പാർട്ടിക്ക് ഉണ്ടാക്കണ ആ ഒരു എമൗണ്ടിൽ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു 2 പീസ് ഉണ്ടാക്കാനൊരു അളവാട്ടോ. അപ്പോൾ മൈദ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 250 ml കപ്പാട്ടോ. അത് 2 പീസ് ഉണ്ടാക്കാം. 2 മീഡിയം പിസ്സ ഉണ്ടാക്കാനൊരു ഡോ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈസ്റ്റ് ഇതിലോട്ട് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയിട്ട് ചേർക്കുന്നത്, അതാണ് ഡയറക്റ്റ് ആയിട്ട് ചേർക്കുന്നത്. പിന്നെ പഞ്ചസാര 1 ടീസ്പൂൺ ചേർക്കുക. ആവശ്യത്തിന് ഇതിലോട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഓയിൽ, എനിക്ക് ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒഴിക്കുക. എന്നിട്ട് ഒരു 1.5 ടീസ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക കേട്ടോ. ഈസ്റ്റ് ആക്റ്റീവായി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഇളം ചൂടുള്ള വെള്ളം ചേർക്കണം, പെട്ടെന്ന് ആക്റ്റീവ് ആവാൻ. ഇത് കുറച്ച് ചേർത്ത് കൊടുക്കുക. എത്ര വെള്ളം വേണമെന്നുള്ള അളവിന് കേട്ടോ. ഓരോ മൈദക്കനുസരിച്ചും വ്യത്യാസം വരും കേട്ടോ. എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആണ് വരെ കുഴച്ചെടുക്കുക. കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒരു 4-5 മിനിറ്റ് എന്തായാലും കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ച് ലൂസ് ആവാൻ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ. എന്നിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് എണ്ണ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ പൊങ്ങി വരുമല്ലോ, അപ്പോൾ അതിങ്ങനെ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ച ഡവ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലും കുറച്ചും കൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ ഓയിൽ സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ ക്ലോത്തോ അല്ലെങ്കിൽ ക്ലീൻ റാപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഒരു 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ പൊങ്ങാൻ ടൈം എടുക്കും കേട്ടോ. അത് ഓരോ സ്ഥലത്തെ ചൂടനുസരിച്ച്, ചൂടുള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ടുള്ള സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വലിയ 2 സൈസിൽ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസിലൊരു വലിയുള്ളി എടുക്കുക. വെളുത്തുള്ളി ഒരു 12 അല്ലിയൊക്കെ വേണ്ടി വരും കേട്ടോ. വറ്റൽമുളക് 5 എടുക്കുക. അത് ഓരോരുത്തർ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ വറ്റൽമുളക്. പിന്നെ തക്കാളിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ കട്ടാക്കി ഇട്ടിട്ട് കൊടുക്കുക. അതിങ്ങനെ തൊലി പെട്ടെന്ന് പീൽ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. 2 വിസിൽ വരെ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോകണ്ട. ഒരു അടിയിൽ പിടിക്കാണ്ടിരിക്കാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അത് അവിടെ റെഡി ആവുന്ന ടൈമിൽ തന്നെ നമുക്ക് പിസ്സൻ്റെ ടോപ്പിങ്സിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് നോർമൽ മാരിനേഷൻ കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല ഉപ്പിട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ. പെട്ടെന്ന് റെഡി ആക്കി കിട്ടും. എന്നിട്ട് ഫ്രൈ ആക്കിയ ചിക്കൻ എല്ലാം തന്നെ ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതേ പാനിൽ തന്നെ നമുക്ക് ഇനി ഞാൻ ചെയ്യുന്നത് ഇതിലോട്ട് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാട്ടോ. നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളെ ഉള്ളിയില്ല, ഞാനിതിലോട്ട് ക്യാപ്സിക്കും അതുപോലെ തക്കാളിയും വലിയുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ ഈ പിസ്സൻ്റെ ടോപ്പിങ്സിന്. അപ്പം ആ ഒരു ഉള്ളി എടുത്തിട്ട് ഈ ഒരു മസാലയിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഈ മസാല ഉള്ളിയിലോട്ട് പിടിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ഞാൻ സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളി ചേർക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ ഓയിൽ കിടന്നിട്ട് കുറച്ച് ഓയിലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മസാലയെല്ലാം ഈ ഉള്ളിയിലോട്ട് പിടിക്കുമ്പോൾ ഈ പിസ്സ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ സോസിന് വേണ്ടിയിട്ട് വേവിക്കാൻ വെച്ചല്ലോ തക്കാളിയെല്ലാം, അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമ്മൾ തക്കാളിയുടെ തൊലിയെല്ലാം പീൽ ചെയ്ത് കളയുക. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഫൈൻ പേസ്റ്റായിട്ട് അരക്കണ്ട, ചെറിയ തരിതരിപ്പോട് കൂടി അരച്ചെടുക്കുക. എന്നിട്ട് ഇത് സോസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് പഞ്ചസാര 1 ടീസ്പൂണും പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ വിനെഗർ ഇല്ലേ, അതൊരു 3/4 ടീസ്പൂണും അതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂണും പിന്നെ അതിനുശേഷം ഒറിഗാനോ 1 ടീസ്പൂണും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു നമ്മളെ സോസൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സോസിൻ്റെ തിക്നെസ് ആവണ വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റും ഈ ഒരു ഭാഗം ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതാ നമ്മളെ പിസൻ്റെ ഡോ ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അധികം അങ്ങനെ കുഴച്ചെടുക്കണ്ട. എയർ ബബിൾസ് ഒന്ന് ജസ്റ്റ് കളഞ്ഞിട്ട് നമുക്ക് ഇത് എത്ര പിസയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത്, ഞാൻ 2 പിസേൻ്റെ അളവല്ല നിങ്ങൾക്ക് പറഞ്ഞത്, അപ്പോൾ 2 പാർട്ടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു പാനിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പരത്തുക, അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. പ്ലേറ്റിൽ തന്നെ വക്ക് കുറച്ച് കട്ടിയിലാണ് ഉണ്ടാവുക അങ്ങനെ. പിന്നെ പിസൻ്റെ ബേസ് പരത്തുമ്പോൾ അധികം കട്ടി ഉണ്ടാവരുത് കേട്ടോ, ഓൾറെഡി ഇത് പൊങ്ങി വരുമല്ലോ, അതുകൊണ്ടാട്ടോ. എന്നിട്ട് പരത്തി കഴിഞ്ഞിട്ട് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തിട്ട് കൊടുക്കുക കേട്ടോ, അധികം ഓവറായിട്ട് പൊങ്ങി വരാണ്ടിരിക്കാനാ. പിന്നെ ഇതിൻ്റെ മുകളിൽ മോസറല്ല ചീസും പിന്നെ നമ്മൾ ഉള്ളി ഉണ്ടല്ലോ അതെല്ലാം നിങ്ങൾ എന്തൊക്കെയാണോ ടോപ്പിങ്സിന് എടുക്കണം. എനിക്ക് തക്കാളിയും ഞാൻ ക്യാപ്സിക്കം ഗ്രീൻ എല്ലാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ക്യാപ്സിക്കം യെല്ലോ കളറും റെഡ് കളർ അങ്ങനെയൊക്കെ ചേർത്താൽ, അതുപോലെ തന്നെ ഒലീവ്സ് അങ്ങനെയൊക്കെ ചേർത്താൽ നല്ല ഭംഗിയുണ്ടാവും അവിടെ, കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാം ചെയ്തിട്ട് അതിൻ്റെ മുകളിലും പിന്നെയും ചീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ഈ ടൈമിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് പിസ്സ സ്റ്റൗ ടോപ്പിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു പിസ്സ ഉണ്ടാക്കാനുള്ള ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്തെടുക്കുക. 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് പിസ്സ ഇതിലോട്ട് ഇറക്കി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് 10 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ടൈം എടുത്ത് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്സ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അടിപൊളി പിസ്സയാണ്. അപ്പോൾ നമുക്ക് ചീസ് എല്ലാം എടുക്കുമ്പോൾ നിങ്ങൾ നല്ല ചീസ് നോക്കിയിട്ട് മോസറല്ല ചീസെല്ലാം പുള്ളപ്പ് കിട്ടണമെങ്കിൽ മോസറല്ല ചീസൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എനിക്ക് ഈ ഒരു ടൈമിൽ ഉണ്ടാക്കിയപ്പോൾ മോസറല്ല ചീസ് കിട്ടിയിട്ടില്ലായിരുന്നു, പ്രോസസ്ഡ് ചീസ് ആട്ടോ ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. അതിൻ്റെ കുറച്ച് മുമ്പ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. നല്ല അടിപൊളി പിസ്സ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.